ഒമാന്റെ മധ്യസ്ഥതയിൽ ഫെബ്രുവരി 26 വ്യാഴാഴ്ച ജനീവയിൽ വെച്ച ഇറാനും അമേരിക്കയും വീണ്ടും മുഖാമുഖം കാണുകയാണ്. ഇതോടുകൂടി ആ വമ്പൻ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ചർച്ചകൾക്ക് തൊട്ടു മുൻപ് വരെ അന്തരീക്ഷം കലുഷിതമാക്കുന്ന നീക്കങ്ങളാണ് വാഷിംഗ്ടണിൽ നിന്ന് ഉണ്ടാകുന്നത്. 2026 ഫെബ്രുവരി ലോക ഭൂപടത്തിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, ഇറാന്റെ ആണവ പദ്ധതികളിൽ ഒരു ധാരണയെത്തുക എന്നവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതുപോലെ, ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ്, പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങില്ല. ഇതൊരു ലളിതമായ വാചകമൊന്നുമല്ല. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ശക്തികൾ ഇടപെടുന്നത് അനുവദിക്കില്ലെന്ന ഇറാന്റെ ശക്തമായ പ്രഖ്യാപനം തന്നെയാണിത്. ചർച്ചകൾക്ക് തൊട്ടു മുൻപ് അന്തരീക്ഷം കലുഷിതമാക്കുന്ന നീക്കങ്ങളാണ് പക്ഷേ വാഷിംഗ്ടണിൽ നിന്ന് ഉണ്ടാകുന്നത്. 10-15 ദിവസത്തെ ഒരു അന്ത്യശാസനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. കരാർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നിർഭാഗ്യകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി മുഴക്കി US എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ 13 യുദ്ധക്കപ്പലുകളെയാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നാം ഇറാന്റെ നയതന്ത്ര കരുത്ത് കാണുന്നത്. സൈനിക ബലം ഉപയോഗിച്ച ഇറാന്റെ മുട്ടുമടക്കം അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന് പ്രസിഡന്റ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ് ഇവിടെയെല്ലാം പ്രകടമാകുന്നത്. എന്നാൽ ഏത് മാർഗവും സ്വീകരിക്കുമെന്ന നിലപാടിലാണ് അമേരിക്ക. ഒരു വശത്ത് പുറത്തു നിന്നുള്ള യുദ്ധഭീഷണിയാണെങ്കിൽ മറുവശത്ത് ഇറാൻ ആഭ്യന്തരമായി ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ടെഹ്റാനിലും മഷ്ഹദിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമാണ്. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം വലിയ തോതിലുള്ള ജീവഹാനിയും ജനുവരിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ച് അമേരിക്കൻ ഏജൻസികൾ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന ആക്സിയോസ് റിപ്പോർട്ടുകൾ ഈ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ്. രാജ്യത്തെ ആഭ്യന്തരമായി തകർത്ത ചർച്ചകളിൽ മുൻതൂക്കം നേടാനുള്ള പാശ്ചാത്യ തന്ത്രങ്ങളെ ഇറാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് നിർണായകമാണ്. സ്ഥിതിഗതികൾ വഷളാകാനുള്ള സാധ്യത കണക്കിലെടുത്ത ഇന്ത്യ തങ്ങളുടെ പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വാണിജ്യ വിമാനങ്ങൾ വഴി മടങ്ങാനാണ് നിർദ്ദേശം. ഇന്ത്യയുമായി എന്നും ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. ചാബഹാർ തുറമുഖം മുതൽ ഊർജ മേഖലയിൽ വരെ നീളുന്ന ഈ ബന്ധത്തിന് പോറലേൽക്കാത്ത ഒരു പരിഹാരമാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. ഇറാൻ നയതന്ത്രപരമായി വിജയിച്ചാൽ അത് എണ്ണവില കുറയാനും ആഗോള വിപണിയിൽ സ്ഥിരത വരാനും സഹായിക്കും. ഇതിനോടകം തന്നെ ബ്രന്റ് ക്രൂഡ് വില $71 താഴ്ന്നത് ലോകത്തിന് ആശ്വാസകരമാണ്. ഫെബ്രുവരി 26 ചർച്ചകൾ വെറുമൊരു ഉടമ്പടിയല്ല, മറിച്ച് ഇറാന്റെ സ്വാഭിമാനത്തിന്റെ അടയാളമാണ്. അന്യായമായ ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ ശാസ്ത്രീയ പുരോഗതിക്കും ആണവോർജത്തിനുമുള്ള തങ്ങളുടെ അവകാശം ഇറാൻ ഉയർത്തിപ്പിടിക്കുന്നു. അമേരിക്കയുടെ സൈനിക കപ്പലുകൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമോ, അതോ നയതന്ത്രത്തിലൂടെ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുമോ? ലോകം കാത്തിരിക്കുകയാണ് വ്യാഴാഴ്ചത്തെ ആ വാർത്തയ്ക്കായി. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ റെസിസ്റ്റൻസ് ഇക്കോണമി എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. അയൽ രാജ്യങ്ങളുമായും ചൈന, റഷ്യ തുടങ്ങിയ ശക്തികളുമായും വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ കഴിയുമെന്ന് ഇറാന് സാധിക്കുന്നുണ്ട്. ജനീവ ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യവും ഈ അന്യായമായ സാമ്പത്തിക വിലക്കുകൾ നീക്കുക എന്നതാണ്.
സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജനതയുടെ പോരാട്ടം കൂടിയാണ് ഈ ചർച്ചാവേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാനിലുള്ള 10,000-ലധികം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പരിഗണനയായതിനാൽ നിലവിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ള അഡ്വൈസറി കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള മുൻകരുതൽ കൂടിയാണ്. ഇറാനിലുള്ള മലയാളി വിദ്യാർത്ഥികളും തീർത്ഥാടകരും ഉടൻ തന്നെ എംബസി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ആവശ്യമായ യാത്രാരേഖകൾ കയ്യിൽ കരുതുകയും വേണം. എന്നാൽ ഭീതിപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത പാലിക്കുക എന്നത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്നും അറിയുന്നു. 2026 ഈ സാഹചര്യം പഴയ മിഡിൽ ഈസ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതും ഒമാനെ പോലുള്ള രാജ്യങ്ങൾ സജീവമായി മധ്യസ്ഥത വഹിക്കുന്നതും സമാധാനത്തിനുള്ള വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മറുപടിയായി പരിമിതമായ ആക്രമണം എന്നൊന്നില്ല എന്ന ഇറാൻ വ്യക്തമാക്കുമ്പോൾ അത് വെറും ഒരു വാക്കല്ല, മറിച്ച് മേഖലയിലാകെ പടരാൻ സാധ്യതയുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി കരുതാം. സമാധാനപരമായ ഒരു ഒത്തുതീർപ്പ് മാത്രമാണ് ലോകത്തിന് മുന്നിലുള്ള ഏക പോംവഴി. ചുരുക്കത്തിൽ ഫെബ്രുവരി 26-ന് ജനീവയിൽ നടക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച മാത്രമല്ല, മറിച്ച് നീതിയും ആധിപത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇറാന്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുമോ അതോ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന നയതന്ത്രജ്ഞരുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഇറാന്റെ ധീരമായ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന പിന്തുണ ഈ ചർച്ചകളുടെ ഗതി മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ നിർണായക നിമിഷത്തിൽ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു.